മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള AI ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സംഭവത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ കസ്റ്റഡിയിൽ. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. താൻ പങ്കുവച്ചത് യഥാർത്ഥ ചിത്രമാണെന്ന് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറയുന്നു. ആദ്യം ഇവിടെ എടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ സ്റ്റേഷനിൽ പോകണമെന്നാണ്. അതെ അതെ, ഭരണകൂടത്തിന്റെ ഒരു ഏർപ്പാടല്ലേ അതൊക്കെ. കലാപാഹ്വാനത്തിനൊക്കെയാണ് കേസ്. അതെ, ഒരു ദിവസം കഴിഞ്ഞല്ലോ, കലാപം ഇടയിൽ നടന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ഇതൊക്കെ പോലീസ് അതാത് സമയത്ത് ഉണ്ടാക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിപ്പിക്കാനും സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല. സർക്കാരിനെതിരായി കൂടുതൽ ആളുകൾ വികാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അഴിമതി സർക്കാരാണെന്നും ഇത് പുറത്തു പോകേണ്ട സർക്കാരാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. എൻ്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് UDF പ്രവർത്തകരുടെ പേരിലോ കേസൊന്നും എടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ 100% അല്ലേ. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നില്ലേ. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ്. വേണം ഞങ്ങൾ കാണിച്ചു തരാം. ആ കാര്യത്തിൽ ഒരു സംശയവും കാര്യത്തിലില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത്. ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത്. ഇത് ഇത്ര സെക്കൻഡ്, ഒരു 1.28.7 എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. അതേ വീഡിയോ എന്നുള്ളതാണ്. പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പോലീസിന്റെ ഭാഷയും സർക്കാരിന്റെ ഭാഷയല്ലേ. പലതും ഇങ്ങനെ AI നിർമ്മിതി ആക്കുകയാണല്ലോ. പലതും AI നിർമ്മിതി ആക്കുകയാണ്. ഇതൊന്നും AI നിർമ്മിതിയല്ല. പിന്നെ ഇതിലൊരു ഫോട്ടോ, എൻ്റെ വാർഡിലുള്ളപ്പോൾ ഒരു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖർ നവംബർ 29 അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും. വിശദാംശങ്ങളുമായി വർഷ ചേരുകയാണ്. വർഷ, നേരത്തെ തന്നെ അദ്ദേഹം ഈ ചിത്രം പങ്കുവച്ചതിൽ നടപടി ഉണ്ടാകുമെന്ന് CPMന്റെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തന്നെ പറഞ്ഞു ഇത് AI ചിത്രമാണ്, അതിനെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഇത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അതിന് മുൻപും അദ്ദേഹം പറയുന്നത് അത് AI ചിത്രമല്ല എന്നുള്ളത്. N. സുബ്രഹ്മണ്യൻ നിലവിൽ ഇപ്പോഴും ഇവിടെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹത്തിന് BP-യിൽ അല്പം വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മരുന്ന് നൽകി അല്പം വിശ്രമിച്ച ശേഷം മാത്രമേ ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. കലാപ ആഹ്വാനം നടത്തിയെന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള കേസ്. അദ്ദേഹത്തെ കുന്നമംഗലത്തെ വീട്ടിലെത്തിയാണ് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി ഇവിടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നിലവിൽ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് BP-യിൽ വേരിയേഷൻ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇവിടെ വിശ്രമത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിയിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ അദ്ദേഹത്തെ കണ്ട ശേഷം പ്രതികരിച്ചത് ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പിനെ ഇങ്ങനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ ചിത്രം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെയാണ് പ്രവീൺ കുമാറും പറയുന്നത്. എന്തായാലും കോൺഗ്രസ് ഇതിനെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം ഇതുപോലുള്ള ഇത്ര ഒരു മൊഴിയെടുത്ത് പറഞ്ഞിടേണ്ട ഒരു കേസിനാണ് ഇത്രമാത്രം ഈ ഒരു രീതിയിലുള്ള പോലീസിന്റെ നടപടി എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ആരോപിക്കുന്നത്. പോലീസുകാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ AI ചിത്രം പങ്കുവെച്ചു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള AI ചിത്രം N. സുബ്രഹ്മണ്യൻ പങ്കുവെച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. എന്നാൽ 2 ചിത്രം താൻ പങ്കുവെച്ചിരുന്നു എന്നും അതിലൊരു ചിത്രം വ്യാജമാണെന്ന് കണ്ട് പിൻവലിച്ചു എന്നുള്ളതുമാണ് N. സുബ്രഹ്മണ്യൻ പറയുന്നത്. മറ്റു ചിത്രം യഥാർത്ഥമാണ്. ഉടൻ തന്നെ പോറ്റിയും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം ഉടൻ തന്നെ കൂടുതൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പുറത്തു വരും. അതുകൊണ്ട് തന്നെ അതിനെ മുന്നോടിയായി താൻ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചിത്രം പങ്കുവച്ചതെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എന്തായാലും N. സുബ്രഹ്മണ്യന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാവുക.